ഒരു കഥ പറയാം. ഒരു വ്യക്തി വളരെ വിഷമത്തോടെ കടൽ തീരത്തിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ കഥയുടെ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ വളരെ വിഷമത്തോടെ കടൽ തീരത്തിരിക്കുന്നത് വളരെ ദൂരത്ത് നിന്ന് ഒരു വൃദ്ധൻ കാണാനിടയായി. ഈ വയോധികൻ വിചാരിച്ചു, ഒന്ന് പോയി സംസാരിച്ചാലോ, എന്തായിരിക്കും ഇയാളുടെ വിഷമം എന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ച് ഈ വ്യക്തിയുടെ അടുത്ത് ചെന്ന്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്നോട് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചു. ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നീട് അയാൾ പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ അത് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ അയാൾ പറയുകയാണ്, ഞാൻ വിചാരിച്ച പോലെയല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒത്തിരി സ്വപ്നം കണ്ട എൻ്റെ ഒരു ജീവിതം അങ്ങനെയല്ല എൻ്റെ ഫാമിലി ലൈഫ്. ഇപ്പോൾ എൻ്റെ നിയന്ത്രണത്തിലല്ല, എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ജീവിതം മടുത്ത ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്ന് പറഞ്ഞതിലൂടെ ഈ വയോധികന് അയാളുടെ അവസ്ഥ വളരെ വ്യക്തമായി മനസ്സിലായി. അല്പം ചിന്തിച്ചതിന് ശേഷം ഈ വയോധികൻ കുറച്ച് മണൽ എടുത്ത് കയ്യിൽ പിടിച്ച് അല്പം വെള്ളം ഒഴിച്ചുകൊണ്ട് ഇയാളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഞാൻ കൈ അടച്ചു വെച്ച് മണൽത്തരി കൈക്കകത്ത് വെച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഈ മണൽത്തരിയെല്ലാം എൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് ഇഴുകിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് അല്പം മണൽത്തരി വീണ്ടും എടുത്ത്, എന്നാൽ ഇപ്രാവശ്യം അയാൾ കൈപ്പിടിയിൽ വെക്കാൻ നോക്കിയില്ല, കൈ തുറന്നു പിടിച്ചു. എന്നിട്ടും മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചു. മുമ്പത്തെ അത്ര മണൽ ഇഴുകിപ്പോയില്ല, നേരെ മറിച്ച് മുമ്പത്തേക്കാളധികം മണൽത്തരി അയാളുടെ കയ്യിലിരിക്കുകയാണ് ചെയ്തത്. ഇയാൾ ഈ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അയാൾ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. നോക്ക്, ഇതാണ് ഇല്യൂഷൻ ഓഫ് കൺട്രോൾ. അതായത് എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്നൊരു ചിന്ത വളരെ മാനുഷികമായ ചിന്തയാണ്. നമ്മുടെ ജീവിതം ഒരിക്കലും നമ്മളുടെ നിയന്ത്രണത്തിലല്ല. നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ആകണമെന്നില്ല നമ്മളുടെ ജീവിതം. പലപ്പോഴും അത് നമ്മൾ പോലും അറിയാത്ത ദിശയിലേക്കായിരിക്കും നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതാണ് ജീവിതം. അതാണ് ആദ്യം കണ്ട എക്സ്പെരിമെൻറ്റ്. എന്നാൽ രണ്ടാമത് കണ്ടത്, കൈ തുറന്നു പിടിച്ച് അതിൽ മണൽത്തരി വെച്ച് അതിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം മുമ്പത്തേക്കാൾ കൂടുതൽ മണൽത്തരി നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. കാരണം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളത് ദൈവത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞു. നിങ്ങളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ശാന്തി ഉണ്ടാകും, സമാധാനമുണ്ടാകും, അതേപോലെ സന്തോഷമുണ്ടാകും. കാരണം നിങ്ങൾ അല്ല